ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ 6ാമത്തെ പാഠമായിട്ടുള്ള പറക്കും വീട് എന്നതിന്റെ പ്രവർത്തന പുസ്തകമാണ് കേട്ടോ. വർക്ക് ബുക്കിലെ മുഴുവൻ ആക്ടിവിറ്റീസുമാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 6.1 സംഭാഷണം എഴുതാം. നാട് കാടാൻ ഇറങ്ങണം, പക്ഷെ എങ്ങനെ പോകും? എനിക്ക് പറക്കാൻ ചിറകുകളില്ലല്ലോ. ആരാണ് സഹായിക്കുക? കുഞ്ഞുവീട് സങ്കടപ്പെട്ടു. കുഞ്ഞുവീടിനെ സഹായിക്കാൻ അപ്പോൾ ഒരു കാറ്റ് വന്നു. അവർ തമ്മിൽ എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക? കുഞ്ഞുവീട്: കാറ്റേ കാറ്റേ, എനിക്കൊന്ന് നാട് കാണാൻ ഇറങ്ങണം. കാറ്റ്: അതിനെന്താ കുഞ്ഞുവീടേ, ഞാൻ സഹായിക്കാമല്ലോ. കുഞ്ഞുവീട്: എനിക്ക് പറക്കാൻ ചിറകുകളില്ലല്ലോ, ഞാൻ എങ്ങനെ പോകും? കാറ്റ്: നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെയും കൊണ്ട് പറക്കാം. കുഞ്ഞുവീട്: ശരിക്കും? എനിക്ക് ഒരുപാട് സന്തോഷമായി. നന്ദി കാറ്റേ. കാറ്റ്: സാരമില്ല, നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. പ്രവർത്തനം 6.2 കണ്ടെത്തി എഴുതാം, അഭിനയിക്കാം. നാടു കാണാനിറങ്ങിയ കുഞ്ഞുവീട് കാറ്റിന്റെ ചിറകിലേറി പറന്നു നടന്നു. പല പല കാഴ്ചകൾ കണ്ടു. ധാരാളം ആളുകൾ ചേർന്ന് ഒരു വീട് പണിയുന്നു. വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ എഴുതാം, അഭിനയിക്കാം. വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ് ആർക്കിടെക്റ്റ് അഥവാ എഞ്ചിനീയർ, ചുമർ പണിയുന്നവർ അഥവാ കൽപ്പണിക്കാർ, തൊഴിലാളികൾ കൽപ്പണിക്കാരെ സഹായിക്കുന്നവർ, മരപ്പണിക്കാർ ആശാരി, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, പെയിന്റർ. അപ്പോൾ ഓരോ മക്കള് എന്ത് ചെയ്യുക, ഗ്രൂപ്പുകളായിട്ട് ഓരോരുത്തർ ഓരോ ജോലിക്കാരായിട്ട് വേഷമിട്ടിട്ട് അഭിനയിച്ച് കാണിക്കണേ. ഇപ്പൊ കൽപ്പണിക്കാര് കല്ല് കെട്ടുന്നതായിട്ട്, മരപ്പണിക്കാര് മരം കട്ടില വെക്കുന്നതായിട്ട്, കട്ടില ഉണ്ടാക്കുന്നതായിട്ട്, പിന്നെ അതുപോലെ ഇലക്ട്രീഷ്യനും പ്ലംബറും ഒക്കെ വയറിങ്ങിന്റെയും പ്ലംബിങ്ങിന്റെയും ഒക്കെ പണി ചെയ്യുന്നതായിട്ട്, പെയിന്റർ പെയിന്റ് അടിക്കുന്നതായിട്ടൊക്കെ അഭിനയിച്ച് കാണിക്കുക. പ്രവർത്തനം 6.3 ക്രമത്തിലാക്കാം. വീട് നിർമ്മാണത്തിന് ഒട്ടേറെ ഘട്ടങ്ങളുണ്ടല്ലോ, അവ അന്വേഷിച്ച് കണ്ടെത്തി ക്രമത്തിൽ എഴുതാം. സ്ഥലം തിരഞ്ഞെടുക്കലും പ്ലാൻ തയ്യാറാക്കലുമാണ് ആദ്യത്തെ ഘട്ടം. അടിത്തറ നിർമ്മാണം, അതായത് തറ കെട്ടലാണ് 2ാമത്തെ ഘട്ടം. പിന്നെ ഭിത്തികൾ പണിയൽ, ചുമരുകൾ ഉണ്ടാക്കുന്നത്. മേൽക്കൂര നിർമ്മാണം, വാതിലുകളും ജനലുകളും സ്ഥാപിക്കൽ. പിന്നെ പ്ലാസ്റ്ററിങ്, ഫ്ലോറിംഗ് ജോലികൾ, അതായത് നമ്മളുടെ നിലം പണികളുണ്ടല്ലോ, ടൈൽസ് ആണെങ്കിൽ ടൈൽസ്, മാർബിൾ ആണെങ്കിൽ മാർബിളൊക്കെ ഒട്ടിക്കുന്നത്, ആ ജോലികൾ. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ, പെയിന്റിംഗ്, അതുപോലെ ഫിനിഷിംഗ് ജോലികൾ. ഇത്രയുമാണ് ഒരു വീട് പണിയുടെ ഘട്ടങ്ങൾ. പ്രവർത്തനം 6.4 വരയ്ക്കാം, നിറം നൽകാം. നാടു കാണാനിറങ്ങിയ കുഞ്ഞുവീട് കാറ്റിനോടൊപ്പം പറന്നു നടന്ന് കാഴ്ചകൾ കണ്ടു. പുഴകൾ, പച്ചവിരിച്ച പാടങ്ങൾ, പട്ടണങ്ങൾ, പലതരം വീടുകൾ. കുഞ്ഞുവീട് കണ്ട കാഴ്ചകൾ വരയ്ക്കാം, നിറം നൽകാം. അപ്പൊ മക്കള് നല്ല ചിത്രം വരയ്ക്കുക. ഇങ്ങനെയൊക്കെയാണ് പുഴകളും, പിന്നെ പാടങ്ങളും, വീടുകളും, വലിയ വലിയ കെട്ടിടങ്ങളും, അതുപോലെ ഒഴുകുന്ന തോടുകളും, പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കോഴി, പൂച്ച, അങ്ങനത്തെയൊക്കെ വരയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടുകളായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് വരച്ചാൽ മാത്രം പോരാ, മനോഹരമായിട്ടുള്ള നിറവും നൽകണം കേട്ടോ. പ്രവർത്തനം 6.5 ക്ഷണക്കത്ത് തയ്യാറാക്കാം. മൈലാഞ്ചി മലയിലെ കുരുവിയുടെ ഗൃഹപ്രവേശത്തിന് തയ്യാറാക്കിയ കത്ത് വായിച്ചല്ലോ. യാമിയുടെ പിറന്നാളിന് കൂട്ടുകാരെ ക്ഷണിക്കാനായി ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാം. പ്രിയ കൂട്ടുകാരെ, എന്റെ പിറന്നാൾ പാർട്ടിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നവംബർ 25 വൈകുന്നേരം 5 മണിക്ക് എന്റെ വീട്ടിലാണ് പാർട്ടി. നമുക്ക് ഒരുമിച്ച് കളിക്കാം, പാട്ടുപാടാം, ഡാൻസ് കളിക്കാം, ഒരുപാട് സന്തോഷിക്കാം. എന്റെ പിറന്നാൾ പാർട്ടിക്ക് നിങ്ങൾ തീർച്ചയായും വരണേ. സ്നേഹത്തോടെ, യാമി. പ്രവർത്തനം 6.6 കണ്ടെത്തി എഴുതാം. താഴെ പറയുന്ന പ്രയോഗങ്ങൾ വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതാം. തൊട്ടുതലോടി. കുഞ്ഞുവീടിനെ തൊട്ടുതലോടി കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു. 2ാമത്തെ വാക്ക് മാനം മുട്ടെ. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ. 3ാമത്തേത് ഒരടി വയ്യ. ഇനി മുന്നോട്ട് ഒരടി വയ്യ. 4ാമത്തേത് കുറ്റിയടിച്ചതുപോലെ. ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ. അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാട്ടോ നിങ്ങൾക്ക് പറക്കും വീട് എന്നുള്ള പാഠഭാഗത്തിന്റെ വർക്ക് ബുക്കിൽ ചെയ്യാനായിട്ടുള്ളത്. കുഞ്ഞു പാഠഭാഗമാണ്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ.
അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.